കേരളത്തിലെ ജനങ്ങളിൽ മരുന്ന് പരീക്ഷണത്തിന് സർക്കാർ ആശുപത്രികൾ വഴി നീക്കം നടക്കുന്നതായ റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ഇത് ഗുരുതരമായ ഒരു വിഷയം തന്നെയാണ്. സംസ്ഥാനത്ത് സർക്കാർ ആശുപത്രികളിലെ രോഗികളിൽ മരുന്ന് പരീക്ഷണത്തിന് നീക്കം നടക്കുന്നതായുള്ള ആശങ്കപ്പെടുത്തുന്ന സൂചനകളും റിപ്പോർട്ടുകളുമാണ് പുറത്തുവരുന്നത്. മുഖ്യമന്ത്രി അധ്യക്ഷനായ ഉന്നത വിദ്യാഭ്യാസ ഉപദേശക സമിതി നയത്തിന് അനുമതി നൽകിയെന്നും റിപ്പോർട്ടുണ്ട്. വിഷയം മന്ത്രിസഭാ യോഗത്തിന് മുന്നിൽ ഉടനെത്തും. പുതിയ മരുന്നുകളുടെ പരീക്ഷണത്തിലൂടെ ചികിത്സാരംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാമെന്നാണ് സർക്കാരിൻ്റെ വിലയിരുത്തൽ. പുതിയ മരുന്നുകൾ രോഗികളിൽ പരീക്ഷിക്കാനാണ് നീക്കം. വിദേശ മരുന്നുകളും ഇതിലുണ്ടാകും. മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ജനറൽ ആശുപത്രികളിലും ഈ മരുന്ന് പരീക്ഷണം നടക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ തയ്യാറാക്കിയ ആരോഗ്യ ശാസ്ത്ര ഗവേഷണ നയം അംഗീകരിക്കാനാണ് സർക്കാർ നീക്കം. എന്നാൽ കേന്ദ്ര നിയന്ത്രണത്തിലുള്ള മരുന്ന് പരീക്ഷണം സംസ്ഥാനത്തിന് നടത്താനാവില്ലെന്നും സ്വകാര്യ ആശുപത്രികളിൽ വിദേശ സഹായത്തോടെ രഹസ്യമായി നടക്കുന്ന പരീക്ഷണങ്ങൾക്ക് ഡേറ്റകൾ നൽകാനുള്ള നീക്കമാണെന്നും ആരോപണമുണ്ട്. കേന്ദ്രത്തിൻ്റെ അനുമതിയില്ലാതെ കേരളത്തിന് മരുന്ന് പരീക്ഷണങ്ങൾ നടത്താനാകില്ല. മരുന്ന് പരീക്ഷണം പലപ്പോഴും മരണകാരണമായതായും റിപ്പോർട്ടുണ്ട്. കൊച്ചിയിലെ ആശുപത്രിയിൽ അമേരിക്കൻ മരുന്ന് പരീക്ഷിച്ചപ്പോൾ 10 പേരും, കോഴിക്കോട്ടെ ആശുപത്രിയിൽ 2 പേരും, കൊച്ചിയിലെ മറ്റൊരു ആശുപത്രിയിൽ 3 പേരും മരിച്ചതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. 3 ഡോക്ടർമാരുടെ ഉടമസ്ഥതയിലുള്ള തിരുവനന്തപുരത്തെ റിസർച്ച് സെന്ററിൽ സ്വിസ് കമ്പനിയുടെ മരുന്ന് പരീക്ഷണത്തിനിടെ 3 പേർ മരിച്ചെന്നും ആരോപണമുണ്ട്. ഇതിനിടയിലാണ് സർക്കാർ ആശുപത്രികളിലേക്കും ഈ പരീക്ഷണം വ്യാപിപ്പിക്കുന്നത്. കേരള കൗമുദിയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. സ്വകാര്യത ഉറപ്പാക്കി രോഗികളുടെ വിവരങ്ങൾ ഗവേഷകർക്ക് നൽകാനാണ് മരുന്ന് പരീക്ഷണം. ജനന മരണ വിവരങ്ങളും ഇൻഷുറൻസ് ആരോഗ്യ വകുപ്പുകളിലുള്ള രോഗസംബന്ധമായ ഡേറ്റയും പേരുകൾ മറച്ച ശേഷം നൽകും. സർക്കാർ സ്ഥാപനങ്ങൾ തമ്മിലും ദേശീയ അന്തർദേശീയ സ്വയംഭരണ സ്വകാര്യ സ്ഥാപനങ്ങളുമായും ഡേറ്റകൾ പങ്കുവയ്ക്കും. ഗവേഷണത്തിന് വിദേശത്തു നിന്നടക്കം ഫണ്ട് ശേഖരിക്കാമെന്നതാണ് പുതിയ നയം. സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ, ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് എന്നിവയുടെ നേതൃത്വത്തിൽ കർശനമായ മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കണം പരീക്ഷണം എന്നാണ് കേന്ദ്ര നിയമം. ഇതനുസരിച്ച് രോഗവിവരങ്ങളും ജനന മരണ ഡേറ്റയും കൈമാറുന്നതിന് നിയന്ത്രണമുണ്ട്. നിർണായക വിവരങ്ങൾ രാജ്യത്തിന് പുറത്തേക്ക് നൽകരുത് എന്നാണ് ചട്ടം. പേര് മറച്ച് ഡേറ്റ നൽകുന്നത് പ്രായോഗികമല്ലെന്നും വാദമുണ്ട്. എന്തായാലും കേന്ദ്ര നയത്തെ ഇല്ലായ്മ ചെയ്യാനാണ് കേരളത്തിൻ്റെ നീക്കമെന്നാണ് റിപ്പോർട്ടുകൾ. 2005 മുതൽ 12 വരെ മരുന്ന് പരീക്ഷണത്തിനിടെ രാജ്യത്ത് 2644 പേർ മരിച്ചതിനെ തുടർന്നാണ് നിയന്ത്രണം വന്നത്. കേന്ദ്രം സുപ്രീം കോടതി അറിയിച്ച കണക്കാണ് ഇത്. അതുകൊണ്ട് തന്നെ ആളക്കൊല്ലിയാണ് ഈ മരുന്ന് പരീക്ഷണം എന്നാണ് ആരോപണം. കേരളത്തിലെ പല പൊതുമേഖലാ ആരോഗ്യ സ്ഥാപനങ്ങളും മുൻപ് മരുന്ന് പരീക്ഷണ വിവാദങ്ങളിൽ കുടുങ്ങിയിട്ടുമുണ്ട്.